കാലടി സംസ്കൃത സർവകലാശാലയിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന തിരിമറികളുടെ വിവരം പുറത്ത്. വിവാദങ്ങളെ തുടർന്ന് സംസ്കൃത സർവകലാശാലയുടെ മുൻ വിസി പ്രൊഫസർ കെ ഗീതാകുമാരി സ്ഥാനം ഒഴിഞ്ഞിരുന്നു. എന്നാൽ ഗീതാകുമാരി സ്ഥാനമൊഴിഞ്ഞ ശേഷവും നിരവധി ഫയലുകളിൽ അവർ അംഗീകാരം നൽകി ഒപ്പുവെച്ചതായ പരാതി ശരിയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. സുപ്രധാനമായ 40ഓളം ഫയലുകൾ അനധികൃതമായി അംഗീകരിക്കപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. ഇക്കഴിഞ്ഞ മാർച്ച് 5 വൈകുന്നേരം 4 തന്നെ ലോക് ഭവനിൽ നിന്നുള്ള വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ വിസി ഗീതാകുമാരി പദവി ഒഴിഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷം അന്നേ ദിവസം ഏറെ വൈകിയും നിരവധി ഫയലുകളിൽ വിസി തീർപ്പ് കൽപ്പിച്ചതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഫയലുകളിൽ ആരാണ് തീർപ്പ് കൽപ്പിച്ചതെന്നത് വിശദമായ അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താനാവുകയുള്ളൂ. വിസിയുടെ പാസ്വേഡ് മറ്റാരെങ്കിലും ഉപയോഗിക്കാനുള്ള സാധ്യതയും പരിശോധിക്കും. 4 മണിക്ക് ശേഷം അംഗീകരിക്കപ്പെട്ട എല്ലാ ഫയലുകളിലെയും ഉത്തരവുകൾ വിസി ഡോക്ടർ സിസ തോമസ് റദ്ദാക്കിയ എല്ലാ ഫയലുകളും നേരിട്ട് വിസിക്ക് സമർപ്പിക്കാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. ഏത് സാഹചര്യത്തിലാണ് മുൻ വിസി സ്ഥാനമൊഴിഞ്ഞ ശേഷവും ഫയലുകൾ അംഗീകരിക്കപ്പെട്ടതെന്ന് അന്വേഷിച്ച് ഉടനടി റിപ്പോർട്ട് സമർപ്പിക്കാനും രജിസ്ട്രാറോട് വിസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രവേശനം, പരീക്ഷാ നടത്തിപ്പ് എന്നിവയിൽ സർവകലാശാലയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വ്യാപക ക്രമക്കേട് നടക്കുന്നതായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും വിസിക്കും പരാതി നൽകിയിരുന്നു. മുൻ വിസി ചുമതല ഒഴിഞ്ഞ ശേഷവും നിരവധി ഫയലുകൾ അംഗീകരിക്കപ്പെട്ടതായ പരാതിയും ക്യാമ്പയിൻ കമ്മിറ്റിയാണ് വിസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്.